NSS കുവൈറ്റ് അതിൻ്റെ സുവർണ പ്രയാണം തുടരുന്നു. NSS കുവൈറ്റിൻ്റെ സ്വപ്ന പദ്ധതിയായ 15 നിരാലംബർക്ക് ഭവനങ്ങൾ വെച്ചു നൽകുന്ന പദ്ധതിയായ സ്നേഹ വീട് പദ്ധതിയുടെ ഭാഗമായി കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി 4 സ്വപ്ന ഭവനങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ പുരോഗമിച്ചു വരികയാണ്. മന്നം ജയന്തി ആചരിക്കുന്നത് വെറും ഒരു അനുഷ്ഠാനമല്ല, മറിച്ച് അദ്ദേഹം കാണിച്ചു തന്ന മാതൃകകൾ അദ്ദേഹത്തെ ആഴത്തിൽ മനസ്സിലാക്കി ആ വഴിയിലൂടെ സഞ്ചരിക്കുവാനുള്ള ദൃഢപ്രതിജ്ഞയാണ്. നായർ സർവീസ് സൊസൈറ്റിയുടെ അഭിഭാഷക സമിതിയുടെ വിശദമായ പരിശോധനയ്ക്കും ഉപദേശത്തിനും ശേഷമാണ് അപേക്ഷകരെ ഭവന നിർമ്മാണത്തിനായി പരിഗണിക്കുന്നത്. ആവശ്യപ്പെടുന്ന വിധത്തിൽ ഒരുപക്ഷെ മന്നത്ത് പത്മനാഭൻ എന്ന് പറയുന്ന മഹാപ്രതിഭാശാലിയായ നേതാവ് വേണ്ടത്ര മനസ്സിലാക്കപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണോ, ഒരു ചരിത്ര പുരുഷനാണോ എന്ന കാര്യത്തിൽ എനിക്കിപ്പോഴും സംശയമുണ്ട്. വ്യക്തികൾ ആശയങ്ങളായി രൂപാന്തരപ്പെടുകയാണ്, വ്യക്തികൾ പ്രതീകങ്ങളായി മാറുകയാണ്. മന്നത്ത് പത്മനാഭനും അതുപോലെ തന്നെ അനേകം പുരോഗമനാശയങ്ങളുടെ പ്രതീകമായി ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. നായർ സമുദായത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ മാത്രം വന്ന ഒരാചാര്യനല്ല മന്നത്ത് പത്മനാഭൻ. അങ്ങനെ ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ഓർമ്മയോട് ചെയ്യുന്ന നീതികേടാണ് എന്ന് ഞാൻ പറയും. ഘനശ്യാമ മോഹന കൃഷ്ണ. Mannam Excellence Award Presentation Ceremony. എല്ലാവരെയും കൂടെ ചേർത്ത് നിർത്തുന്ന ഒരു അംഗീകാരമായിട്ട് കരുതുന്നു. Gratitude for this incredible honor. I'm humbled. I appreciate for the recognition for the work that I do. പ്രൗഢഗംഭീരമായ ഈ വേദിയിൽ നിങ്ങളോടൊപ്പം ചിലവഴിക്കുവാൻ കഴിഞ്ഞത് എൻ്റെ ഭാഗ്യമായി ഞാൻ കരുതുന്നു. NSSൻ്റെ നേതാക്കന്മാർ എൻ്റെ അടുത്ത് വരുമ്പോൾ അവരുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് അവർ കൂടുതൽ പറയാറുള്ളത്. NSS കുവൈത്തിൻ്റെ ഈ പരിപാടിക്ക് ഞാൻ ഇന്ന് നാട്ടിൽ പോയി നിൽക്കുന്ന ആളാണ്, പക്ഷേ ഇതിൽ പങ്കെടുക്കാൻ എൻ്റെ ആഗ്രഹമാണ്. വലിയൊരു അഭിമാനമായി തോന്നുന്നു ഇങ്ങനൊരു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സംഘടനയുടെ ഭാഗമാവാൻ കഴിഞ്ഞതിലും അതേപോലെ നിങ്ങളുടെ എല്ലാം കൂടെ ഒരുമിച്ച് കാണാൻ കഴിഞ്ഞതിലും. നമ്മുടെ ആശയമായ മോട്ടിവേഷൻ ആൻഡ് മെൻ്റൽ റിലാക്സേഷൻ എന്ന ആശയത്തെ ബന്ധപ്പെടുത്തി ഇതിനോടകം നിരവധി പ്രവർത്തനങ്ങളും സെമിനാറുകളും നാം നടത്തി കഴിഞ്ഞു. Congratulations, Riya. Next, I invite Ms. Give them a loud. നമ്മുടെ യാത്ര ഇവിടെ അവസാനിച്ചിട്ടില്ല. ഏറ്റവും ആവശ്യമുള്ളവർക്ക് പ്രതീക്ഷയുടെ ദീപസ്തംഭമായി തുടരാൻ ഓരോരുത്തരോടും അഭ്യർത്ഥിക്കുന്നു. 48ാം മന്നം ജയന്തി ആഘോഷിക്കുന്ന ഈ പ്രൗഢഗംഭീരമായ ഈ വേദിയിൽ നമ്മോടൊപ്പം ജീവിതം തുടക്കം മാംഗല്യം തന്തുനാനേന പിന്നെ ജീവിതം
തനാനേനാ കിട്ടും കരുത്ത് ഇവനെ പടച്ചു വിട്ട കടമുളിന് പത്തിൽ പത്ത് ഉറക്കെ ഒച്ച വരാ എല്ലും അണ്ണൻ